സംസമിന്റെ പിന്നിൽ ഒരു ഉമ്മ ഒരു കുട്ടിയുള്ളത്. ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി പടച്ചോനെ ഈ എനിക്കൊരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിച്ചതാണ് സംസം വെള്ളം. ഷിപ്പായി കാരക്ക തീർന്നു, പച്ചവെള്ളം തീർന്നു, ആരുമില്ല. ഒരു മരത്തിന്റെ താഴ്ഭാഗത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. പക്ഷികൾ പോലും ആ നാട്ടിൽ താമസിക്കലില്ല. കച്ചവടക്കാർ ആ പ്രദേശത്ത് തങ്ങൂല, കാരണം അവിടെ വെള്ളമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് അന്നത്തെ മക്ക എന്ന് പറയുന്ന നാട്. കച്ചവടക്കാർ അവിടുന്ന് വേഗം പോവയ്യ, താമസിക്കൂല. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ അലൈഹിസ്സലാമും താമസമാക്കുന്നത്. അങ്ങനെ അവസാനം അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ഉമ്മ ചോദിച്ചു, പടച്ചോനെ നീ എൻ്റെ കുട്ടിക്കൊരു തുള്ളി വെള്ളം തരുമോ അല്ലാന്ന് ചോദിച്ചു. ഒരു ഉമ്മ മകന് വേണ്ടി ദുആ ചെയ്തതാണ് സംസമിന്റെ പിന്നിലെ രഹസ്യം. നിങ്ങൾ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പരിശോധിച്ച് നോക്കിട്ടോ, അതിൻ്റെ ഒക്കെ ബാക്കിൽ ഉമ്മാന്റെ ദുആയിക്കാരം. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശാഫിഈ, നമ്മളെ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഒരിക്കൽ തൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു. അപാരമായ ബുദ്ധിശക്തിയുടെ ഉടമയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസുകളാണ് ഹിഫ്ള്, ഒന്നു രണ്ടല്ല. സഹീഹുൽ ബുഖാരിയിൽ 10 ലക്ഷം ഹദീസ് ഇല്ല, 10,000-ൽ താഴെയുള്ളത്. ആവർത്തനം ഒഴിവാക്കിയാൽ 6,000-ന്റെ അടുത്ത് എത്തുള്ളൂ. 10 ലക്ഷം ഹദീസുകളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹിഫ്ളുള്ളത്. പരിശുദ്ധ ഖുർആൻ മുഴുവനായും ഹിഫ്ളാണ്. വയസ്സെത്ര? 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. 11ാമത്തെ വയസ്സ് പറഞ്ഞാലേ നമ്മളെ കുട്ടികൾ 6ാം ക്ലാസ് മദ്രസയിലാണ്. അതാണ് 11 വയസ്സ്. 11 വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയ ആളാണ് സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിയോട് തൻ്റെ ശിഷ്യനായ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതിൻ്റെ രഹസ്യം എൻ്റെ അമ്മയാണ് പറഞ്ഞു. എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ അമ്മയാണ് പറഞ്ഞു. സംസമിന്റെ പിന്നിലെ രഹസ്യം എന്താ? ഒരു ഉമ്മയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന നിർവഹിച്ച മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തീകരിച്ചത് ദുൽഹിജ്ജ മാസത്തിലാണ് എന്ന് എവിടെയോ കണ്ടതായി ഓർക്കുന്നുണ്ട്. സാന്ദർഭികമായ ഓർമ്മ വന്നതാണ്. ദുൽഹിജ്ജ മാസത്തിലായിരുന്നു എത്രേ രചന പൂർത്തീകരിച്ചത്. അങ്ങനെ സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തീകരിച്ചതിന് ശേഷം സഹീഹുൽ ബുഖാരി കയ്യിലെടുത്തിട്ട് മദീനയിൽ വന്നു, റൗള ഷരീഫിന്റെ അടുത്ത്. അങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളയിൽ നിന്ന് വിളിച്ചാൽ മാത്രമേ റൗളയിലേക്ക് കയറുള്ളൂ. അങ്ങനെ സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ച് റൗളയിലേക്ക് കയറി സലാം പറയലാണ് പ്രകാശനമായി നിശ്ചയിച്ചത്. അതിന്റെ പ്രകാശനായിട്ട് തീരുമാനിച്ചത് റൗളയിലേക്ക് കയറി ഇങ്ങനെ കൈ പിടിച്ചാണ്ട് സലാം പറയണം. അതാണ് അതിന് നബി തങ്ങൾ വിളിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയുടെ അടുത്ത് വന്നിട്ട് റൗളയിലേക്ക് കയറാതെ റോഡ് സൈഡിൽ നിന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചില്ല, വിളിക്കാതെ കയറൂല എന്ന് മൂപ്പര് വാശി പിടിച്ചു. വിളിക്കാതെ കയറൂല എന്ന് വാശി പിടിച്ചു. അവസാനം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോ സഹീഹുൽ ബുഖാരി കയ്യിൽ പിടിച്ചുകൊണ്ട് സലാം പറഞ്ഞ് റൗളയിലേക്ക് കയറി. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിന്ന സ്ഥലത്ത് പിൽക്കാലത്ത് സൗദി ഗവൺമെന്റ് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. മദീനയിൽ ചെന്നാല് മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത് കാണുന്ന മസ്ജിദുൽ ബുഖാരി എന്ന് പറയുന്ന പള്ളി അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി കയ്യിൽ പിടിച്ച് കാത്തുനിന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് പിന്നൊരു പള്ളി ഉണ്ടായി. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളായിരുന്നു. 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചു. എന്താ രഹസ്യം? ഇമ്മ ദുആർന്നതാണ് രഹസ്യം, വേറൊന്നുമല്ല. ഉമ്മാന്റെ ദുആണ് സംസമിന്റെ പിന്നിലുള്ളത്. ഉമ്മാന്റെ ദുആണ് ശരിക്കും നമ്മൾ കന്നാസിലാക്കി കൊണ്ടുവരുന്നത്. അതാണ് സംസമിന്റെ പിന്നിലെ രഹസ്യം. ഹജ്ജ് ശരിക്ക് ഒരു കുടുംബജീവിതമാണ്. അതിലൊരു വാപ്പയുണ്ട്, ഒരു ഉമ്മയുണ്ട്, ഒരു മകനുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ എന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ബാപ്പായാബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇഫ്അൽ മാ തുമർ, നിങ്ങളോട് എന്താണ് കൽപ്പനയുള്ളത് അത് നിങ്ങൾ നിർവഹിക്കണം. ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറയാൻ തോന്നിയതിന്റെ കാരണം വാപ്പാക്ക് വാപ്പാന്റെ ഗുണമുണ്ടായപ്പോ മകന് മകന്റെ ഗുണമുണ്ടായതാണ്. റബീഉൽ അവ്വൽ 12 കുട്ടികള് സ്റ്റേജിന്മേൽ കയറിയിട്ട് ഫസ്റ്റ് കിട്ടിയതിന് സമ്മാനം വാങ്ങുമ്പോൾ വാപ്പ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ ചെറുക്കനാണത്, മൂന്നാമത്തോന് നല്ല ഉഷാറാണ്, അബ്ദുള്ള വളരെ ഉഷാറാന്നൊക്കെ പറയും. റബീഉൽ അവ്വൽ 12 സമ്മാനം വാങ്ങുമ്പോഴേ അതേ കുട്ടി, അതേ ചെറുക്കൻ നാട്ടുകാരുടെ ഇടയിൽ എന്തോ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരുടെ നിന്ന് തല്ലിട്ടുമ്പോൾ വാപ്പ് പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ടാണ്, നല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെ. റബീഉൽ അവ്വൽ 12 സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായത് കൊണ്ടാണെങ്കിൽ ആൾക്കാരുടെ നിന്ന് പെരടിക്ക് നോക്കിയിട്ട് അടി കിട്ടിയതും എൻ്റെ ചെറുക്കനായത് കൊണ്ട് തന്നെയാണ്. അൽ വലദു സിർറു അബീഹി എന്നാണ്. മകൻ അതിൽപ്പെട്ടത് തന്നെയാണ് മകളും. വാപ്പാന്റെയും ഉമ്മാന്റെയും സ്വകാര്യമാണ്. മാതാപിതാക്കളുടെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. മാതാപിതാക്കൾ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യുമെന്നാണ്. മക്കളുടെ ഗുണം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഗുണമാണ്. നമ്മളൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കുക അവൻ്റെ വാപ്പാരാന്നാണ്. ഏതൊരു മനുഷ്യനെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴും കുട്ടികൾക്കൊരു കല്യാണാലോചന വന്നു, അപ്പം നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അസർക്ക് നിസ്കാരപ്പള്ളിയിലെത്തി. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പള്ളിയുടെ അടുത്തുള്ള ആ ചായപ്പിടി കയറിയിട്ട് ഒരു ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം കാണുന്ന ആളോട് ചോദിക്കുക, ഇന്ന ആളില്ലേ, ആരാ എൻ്റെ വാപ്പാന്നാണ് ആദ്യം ചോദിക്കുക. ഏത് മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യത്തെ പഠനം വാപ്പയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാപ്പ ആരാന്നറിയോ? ഇബ്രാഹിം നബിയാണ്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഹബീബുനാ റസൂലുള്ളാഹി. ഞാൻ ഫി മില്ലത്തി അബി ഇബ്രാഹിം, എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാകുന്നു. ശരിക്കും അറബി വാക്കിനെ നമ്മൾ മലയാളത്തിൽ കൊടുന്നാലേ, നമ്മളെ നാടൻ ഭാഷയിലേക്ക് കൊടുന്നാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വാപ്പ ആരാന്നറിയിച്ച് ഇബ്രാഹിം നബിയാണ്, ആലോചിച്ച് കളിച്ചോ എന്നാണ് അതിൻ്റെ ശരിയായ മലയാളം. മര്യാദക്ക് കളിച്ചോ, എൻ്റെ വാപ്പ ഇബ്രാഹിം നബിയാണ് എന്നാണ് അതിൻ്റെ ശരിക്കും മലയാള പരിഭാഷ കിട്ടുക. പിന്നെ അത്രത്തോളം പരിഭാഷപ്പെടുത്തുക, അതിൻ്റെ ആ ശരിയായ ഫീലിങ്ങിന് വരണമെങ്കിൽ ഈ അർത്ഥം കിട്ടണം, അപ്പോഴേ കിട്ടുള്ളൂ. അനഫി മില്ലത്തി അബി ഇബ്രാഹിം. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ പിതാവാണ് തന്നെ. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളുടെ ഗുണം എന്താണോ അതാണ് മക്കൾക്ക് ഉണ്ടാകുക. ഇതന്നെയാണ് ഹജ്ജ് പഠിപ്പിക്കുന്ന പാഠം.